നമസ്കാരം. ശത്രുരാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ, ഞൊടിയിടയിൽ ചാരമാക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ അനായാസം സാധിക്കും. അതിർത്തിക്കകത്തും പുറത്തുമുള്ള ലക്ഷ്യങ്ങൾ അനായാസം കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ട്. ഉറി, പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം അതിർത്തിക്കകത്തും പുറത്തുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ കഴിവുകൾ ലോകം അറിയുകയാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിൽ രാജ്നാഥ് സിംഗ് കത്തിക്കയറുകയായിരുന്നു. 2016 സെപ്റ്റംബറിൽ ഉറിയിലെ സൈനിക ക്യാമ്പിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 19 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് ചുട്ട മറുപടി ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊടുത്തിരുന്നു. 2019 ഫെബ്രുവരിയിൽ തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 40-ലധികം CRPF ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതിനും ഇന്ത്യ തക്ക മറുപടിയാണ് കൊടുത്തത്. ഇതെല്ലാം തെളിയിക്കുന്നത് ഇന്ത്യയുടെ കരുത്ത് വേറിട്ട് നിൽക്കുന്നു, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ളതാണ്. നേരത്തെ ഇന്ത്യ ഒരു മൃദുരാജ്യമായിട്ട് ചില ആളുകളെങ്കിലും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിക്കുകയോ വിദേശ ഭൂമി കൈവശം വെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യയെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ വെറുതെ വിടുകയില്ല. ആ ചരിത്രം ഇന്ത്യക്കില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആരെങ്കിലും ഇന്ത്യയെ തൊട്ടാൽ ചിതറിപ്പിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിർത്തിക്കകത്തും പുറത്തും എവിടെയും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവും ശക്തിയും ഇന്ത്യക്കുണ്ട് എന്നതാണ് വാസ്തവം. സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇന്ത്യയുടെ ശക്തി ലോകത്ത് വർദ്ധിച്ചു എന്നതും എടുത്തു പറയണം. ഇന്ത്യൻ പ്രതിരോധം ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത് പ്രതിരോധ രംഗത്ത് വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പ്രൊജക്ട് ആകാശ് തീർ എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിന് കീഴിൽ നിയന്ത്രണവും റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതി അത്ഭുതപൂർവമായ സാഹചര്യ ബോധവും നിയന്ത്രണവും നൽകുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും സാങ്കേതിക വിദ്യ ആകീരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു നീക്കമാണ് ആകാശ് തീർ വിന്യാസം അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റെക്കോർഡ് പ്രതിരോധ കയറ്റുമതി, എക്കാലത്തെയും ഉയർന്ന ഉൽപാദനം, പോസിറ്റീവ് സ്വദേശിവൽക്കരണ പട്ടികയിലെ ഇനങ്ങളുടെ എണ്ണത്തിലെ വർധനവ് എന്നിവയൊക്കെ ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവുകളാണ്. ഇന്ത്യയിൽ വമ്പൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധത്തിൽ ആത്മനിർഭർ ഭാരത് കൈവരിക്കാനുള്ള ശ്രമങ്ങളും സായുധ സേനാ നവീകരണവും ഒക്കെ ഇന്ത്യയെ കൂടുതൽ രാഗി മിനുക്കുകയാണ്. രാജ്യം റെക്കോർഡ് പ്രതിരോധ കയറ്റുമതിക്കും എക്കാലത്തെയും ഉയർന്ന പ്രതിരോധ ഉൽപാദനത്തിനുമാണ് സാക്ഷ്യം വഹിച്ചത്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ, നാരീശക്തി പ്രയോജനപ്പെടുത്തൽ, വിമുക്ത ഭടന്മാരുടെ ക്ഷേമം ഉറപ്പാക്കൽ എന്നിവയെല്ലാം ഇന്ത്യ ഭംഗിയായി ചെയ്തു പോരുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പിലൂടെ എല്ലാ അതിർത്തികളിലും സ്ഥിരതയും ആധിപത്യവും ഉറപ്പാക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. ദേശീയ സുരക്ഷയ്ക്ക് ഉയർന്നു വന്നേക്കാവുന്ന ഭാവി ഭീഷണികൾ നിരന്തരം അവലോകനം ചെയ്തുകൊണ്ട് നിരന്തരമായ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ നടത്തിവരുന്നത്. ജമ്മു കശ്മീരിനെ ഭീകരതയുടെ തേർവാഴ്ചയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം വിശ്രമമില്ലാത്ത പ്രയത്നത്തിലാണ്. അതിന്റെ നല്ല ഫലം കാണുന്നുണ്ട് താനും. ജമ്മു കശ്മീരിൽ 2023 നവംബർ വരെ 2 കോടിയിലധികം വിനോദസഞ്ചാരികളുടെ വരവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 2022 കണക്കുകളേക്കാൾ വളരെ കൂടുതലാണ്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നിരവധി ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിനും ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഭീകരരെ പിടികൂടുന്നതിനും ഇന്ത്യൻ സൈന്യം മികവുറ്റ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നത് ഇന്ത്യയെ കാത്ത് സംരക്ഷിക്കാൻ, ജനങ്ങളുടെ സുരക്ഷ തീർപ്പാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ ശക്തമായ ശ്രദ്ധയാണ് മന്ത്രാലയം കൊടുത്തുവരുന്നത്. ജനങ്ങളുടെയും രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെയും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.